ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ മനസ്സ് എവിടെ ഇരിക്കുന്നുവോ അതാണ് പ്രധാനം. ദിവ്യമായ പുണ്യസ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിലും മനസ്സ് മറ്റേതോ ചിന്തയിലാണെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലം കൊണ്ടൊരു പ്രയോജനവുമില്ല. മനസ്സെവിടെയോ അവിടെയാണ് നമ്മുടെ ശ്രേഷ്ഠത നിലനിൽക്കുന്നത്. അതിനാൽ ഒരു കവി പറയുകയാണ്, കാട്ടിൽ ഇരുന്നാലും എന്താ മനമേ, കോർട്ടിലെ ജഡ്ജിയായി വാണിട്ടും എന്താ, നാട്ടിൽ രാജാവായിട്ടെന്താ, ആത്മവീടിനെ കാണാഞ്ഞാലൊക്കെയും വ്യർത്ഥം. കാട്ടിൽ ഇരുന്നാലും എന്താ മനമേ, തപസ് ചെയ്യാനായി കാട്ടിൽ പോയിരുന്നു. ഇവിടെ ജനബാഹുല്യം കൊണ്ട് ആളുകളുടെ ഇടയിൽ ഇരുന്നാൽ ഒരിക്കലും ഉത്കൃഷ്ടമല്ല എന്ന് പറഞ്ഞ് വിജനമായ കാട്ടിൽ പോയിരുന്നു. കാട്ടിലിരുന്നത് കൊണ്ടൊന്നും ഒരു വിശേഷമില്ല. ഇനി കോർട്ടിലെ ജഡ്ജിയായി വാണിട്ടും എന്താ, കോടതിയിലെ വലിയ ജഡ്ജിയാണ്, അതുകൊണ്ടും വലിയ പ്രയോജനമില്ല. കാട്ടിൽ ഇല്ലേ കാട്ടാളന്മാരായതുകൊണ്ട് നികൃഷ്ടതയുമില്ല. അതുപോലെ നാട്ടിൽ രാജാവായിട്ടെന്ത്, നാട്ടിലെ ഏറ്റവും രാജാവായി വാണു, അതുകൊണ്ടും എന്താണ് മേന്മ, ആത്മവീടിനെ കാണാഞ്ഞാലൊക്കെയും വ്യർത്ഥം. നമ്മളെവിടെ നിന്നാണോ വന്നിരിക്കുന്നത്, നമ്മുടെ തറവാട്ടിൽ നമ്മൾ തിരിച്ചെത്തിയില്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതമെല്ലാം വ്യർത്ഥമാണ്. നമ്മുടെ വീടാകുന്ന, നമ്മുടെ തറവാടാകുന്ന ആത്മസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയാൽ നമ്മുടെ ജീവിതം സാർത്ഥകമായി. അല്ലെങ്കിൽ ഇവിടെ എത്ര വലിയ സ്ഥാനമാനങ്ങൾ നേടിയാലും കോടികൾ സമ്പാദിച്ചാലും എല്ലാം നിരർത്ഥകമാണ്. ഇവിടെ നാം നേടുന്ന ഒന്നും തന്നെ നമുക്ക് സഹായകവുമല്ല. അതിനാൽ ആത്മവീടിനെ കാണുക എന്നതാണ്, നാം എവിടെ നിന്നാണോ വന്നത് അവിടെ എത്തിച്ചേരുക എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ. ആ അവസ്ഥ കൈവരിക്കാതെ ബാക്കി ലോകത്തിലെ എന്ത് നേടിയതുകൊണ്ടും പ്രയോജനമില്ല. നമ്മൾ എത്ര ഉന്നത ബഹുമാന സ്ഥാനത്തിരുന്നാലും ആത്മവീടിനെ കണ്ടില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ്. എത്ര സ്ഥാനമാനങ്ങൾ നേടിയാലും എത്ര കോടികൾ സമ്പാദിച്ചാലും അതൊന്നും തന്നെ നമുക്ക് സംതൃപ്തി തരുന്നതല്ല. അതിനാൽ നമ്മളിരിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് ഒന്നും നമ്മൾ അന്വേഷിക്കേണ്ട. നമ്മുടെ മനസ്സ് എവിടെ വർത്തിക്കുന്നു എന്നതാണ് പരമപ്രധാനം. അതിനാൽ നമ്മൾ നിരന്തരം മനനം ചെയ്ത്, ഞാൻ ഇന്ന വ്യക്തിയാണ്, ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഫലമൊക്കെ എനിക്കിവിടെ എല്ലാവരും മാനിക്കും, അതുപോലെ ഇവിടം വിട്ടാലും മാനിക്കുമെന്ന് കരുതിയാൽ അതൊരിക്കലും സാധ്യമേ അല്ല. അതിനാൽ ഇവിടെ നേടുന്ന നേട്ടങ്ങളൊന്നുമല്ല നേട്ടം, നമ്മുടെ സ്വരൂപത്തെ തിരിച്ചറിയുന്നതാണ്. നമ്മൾ ആരാണെന്ന് പരമസത്യം ബോധിച്ചാൽ പിന്നെ നമുക്ക് എവിടെയും എത്തേണ്ടതായിട്ടില്ല. അതിനാൽ കാട്ടിൽ ഇരുന്നാലും എന്താ മനമേ, കോർട്ടിലെ ജഡ്ജിയായി വാണിട്ടും എന്താ, ആത്മവീടിനെക്കാ നാട്ടിൽ രാജാവായിട്ടെന്താ, ആത്മവീടിനെ കാണാഞ്ഞാലൊക്കെയും വ്യർത്ഥം. നാട്ടിലെ രാജാവായിട്ടും കാര്യമില്ല, ആത്മവീടിനെ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്.